അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് സമയങ്ങൾ വിനിയോഗിക്കുന്നവരാണ്. അപ്പം നമ്മുടെ കച്ചവടം കഴിഞ്ഞു, അല്ലെ നമ്മളുടെ ജോലി കഴിഞ്ഞു, എല്ലാം കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയി കൂട്ടുകൂടി ഇരുന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. നമ്മുടെ ചർച്ചകളിൽ അധികം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം യുക്തിഭദ്രമായിട്ടുള്ള ചർച്ചകളാണോ? ഞാനൊന്ന് വിലയിരുത്തി നോക്കുക. ആണെങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. അല്ല എങ്കിലോ പൊതുവിൽ നാട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ അതിൽ ഫിത്തനകളും ഫസാദുകളുമായിരിക്കും കൂടുതൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരിക. ഈ ഫിത്തനകളും ഫസാദുകളും എത്ര കാലം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? ഓരോ ഫിത്തനകളുമായി ബന്ധപ്പെടും തോറും നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓരോ പള്ളിയുടെ പ്രദേശങ്ങൾ ഇരിക്കാനും നിൽക്കാനും ഒക്കെ നല്ല സ്ഥലങ്ങളുണ്ടാവും. അതിനുവേണ്ടി ആളുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പോയിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ വിഷയങ്ങളാണ്. ഈ നാട്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എത്രമാത്രം ഫിത്ന ഫസാദുകൾ അതിൽ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ പറയും, ചെയ്യുന്നതല്ലേ ഞങ്ങൾ പറയുന്നെന്ന് പറയും. അവിടെയാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹം ചെയ്ത തെറ്റ് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞത്. അതിനെയാണ് ഖുർആൻ വിരോധിച്ചത്. അതാണ് വലിയ വലിയ നന്മകളെ നമ്മളെ കാർന്നതിന്റെ രൂപത്തിലുള്ള മാരകമായ തെറ്റ് എന്ന് പറഞ്ഞത്. ചെയ്യാത്ത തെറ്റാണ്, അത് ആരോപണമാണ്, അത് ഇതിനേക്കാൾ കടുപ്പമാണെന്നാ പറഞ്ഞത്. അപ്പൊ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തുക, പഠിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക, ആ രംഗത്ത് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുക, പഠനങ്ങൾ നടത്തുക, എന്നിട്ട് അതിനെ തെളിയിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക, ഇതിൽ യാതൊരു നന്മയില്ലെന്ന്. എത്ര സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യോളജിയെ കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അതൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള വലിയ തിന്മകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു നാടിനെ തന്നെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആ നാട്ടിലെ ജനങ്ങളുടെ ഇത്തരം പ്രവണതകൾ കൊണ്ട് സാധ്യമാകുമെന്നാണ് സോഷ്യോളജിയൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മുടെ നാടിനെ നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുന്നത്? അപ്പൊ മറ്റുള്ളവരൊക്കെ നമ്മുടെ നാടിനെതിരെ തിരികുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മളെല്ലാം കൂടി രംഗത്ത് വരും. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നല്ലൊരു പങ്കും ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഞാൻ ഇങ്ങനെ റോഡരികിൽ അല്ലെങ്കിൽ തെരുവുകൾ കഴിഞ്ഞുകൂടുകയാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നില്ല. എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കുക.